തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഏറ്റെടുക്കാൻ ആളില്ലാതെ കഴിഞ്ഞിരുന്ന 21 പേരെ ഗാന്ധി ഭവൻ ഏറ്റെടുത്തു. സാമൂഹ്യനീതി മന്ത്രി ആർ ബിന്ദുവിന്റെ സാന്നിധ്യത്തിലാണ് ഏറ്റെടുത്തത്. രോഗികളെക്കുറിച്ചുള്ള വാർത്ത ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് നടപടി. എന്റെ കൊച്ചുകൾ ഇവിടെ കിടക്കുന്നോ? എന്റെ കൊച്ചുകള് പൊടി കൊച്ചുകള് ഇവിടെയോ? ഏറ്റെടുക്കാൻ ആളില്ലാതെ നാളുകളായി കഴിയുന്ന 84-കാരി. പക്ഷെ മനസ്സിലെവിടെയോ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഓർമ്മയാണ്. തന്നെ കൊണ്ടുപോയാൽ മക്കൾ ഒറ്റയ്ക്കാകുമെന്നുള്ള ആധിയാണ്. എന്റെ സ്വദേശം നെടുമങ്ങാടായിരുന്നു. ഭാര്യ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. പുത്രനുണ്ടായിരുന്നു, മരിച്ചുപോയി. ഭാര്യയും മകനും മരിച്ച മുരുകനും ഭാര്യയും സർക്കാർ ജോലിയുള്ള മകനും ഉണ്ടായിട്ടും ഒറ്റയ്ക്കായി പോയ സുരേഷ് കുമാറും. ഭാര്യ മക്കളും ഒന്നും നിങ്ങൾ അന്വേഷിച്ചു വന്നില്ല? ആരും വന്നില്ല. ആരും വരാൻ പറ്റൂല അവർക്ക്. പിന്നെ ആരും വന്നില്ല. വീട്ടിൽ പോകാൻ വഴിയൊക്കെ അറിയോ? വീട്ടിൽ പോകാൻ വഴിയൊക്കെ അറിയാം. ഇവരെ പോലെ 21 പേർക്കാണ് പുതുജീവിതം കിട്ടിയത്. അവർ സനാഥരാകുകയാണ്. ഇനിയുമുണ്ട് 31 പേർ ചികിത്സയിൽ. ഉറ്റവർ കൊണ്ട് ഉപേക്ഷിച്ചു പോയവരും മാനസിക രോഗം ബാധിച്ചവരുമടക്കം ഇതിലുൾപ്പെടും. ആരുമില്ലാതെ നിരാലംബരായി പോകുന്ന ഈ വയോജനങ്ങളെ ഏറ്റെടുക്കാനും അവർക്ക് ആവശ്യമായിട്ടുള്ള പരിരക്ഷ നൽകാനും തയ്യാറായ ഗാന്ധി ഭവനോട് സാമൂഹ്യനീതി വകുപ്പിനു വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ വർഷം മുതൽ വയോസാന്ത്വനം എന്ന പദ്ധതിയിൽ ഗാന്ധി ഭവനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ പദ്ധതി പ്രകാരം ശയ്യാവലംബികളായിട്ടുള്ള വയോജനങ്ങളെ ശുശ്രൂഷിക്കുന്നതിന് സർക്കാരിന്റെ ധനസഹായം ഗാന്ധി ഭവന് ലഭിക്കും. മറ്റേതെങ്കിലും സന്നദ്ധ സംഘടനകൾ ഏറ്റെടുക്കും വരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ബാക്കിയുള്ള 31 പേർക്ക് തണലാകും. ഇവർക്ക് ഇനി ഒരു മേൽവിലാസമുണ്ട്: പത്തനാപുരം ഗാന്ധി ഭവന്റെ. ഒപ്പം സുരക്ഷിതത്വവും. PR പ്രവീണ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.